ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും സൗഭാഗ്യപൂർണമായ നക്ഷത്രങ്ങളിലൊന്നാണ് രോഹിണി. ചന്ദ്രന്റെ അതിപ്രിയതമയായ പത്നി എന്ന പുരാണ സങ്കല്പം പോലെ തന്നെ സൗന്ദര്യത്തിന്റെയും സർഗാത്മകതയുടെയും പ്രതീകമാണ് ഈ നക്ഷത്രം. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സ്ഥിരതയും ലക്ഷ്യബോധവും കലർന്ന സ്വഭാവത്തിനുടമകളാണ്. നക്ഷത്ര ചക്രവാളത്തിലെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ്. സാങ്കേതിക വിദ്യയും മനുഷ്യബന്ധങ്ങളും പുതിയ തലങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടമാണ് ഈ വർഷം. ഈ ആഗോള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ചന്ദ്രൻ അധിപനായ രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം മനസ്സിന്റെയും പ്രവൃത്തിയുടെയും കൃത്യമായ ഏകോപനം ആവശ്യമായി വരുന്നു. ശൈത്യം മാറി വസന്തം വിരുന്നെത്തുന്ന ഈ മാസം രോഹിണി നക്ഷത്രക്കാരുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകമായ കഴിവുകളെ ഉണർത്താൻ ഉതകുന്ന ഊർജ്ജമാണ് പ്രപഞ്ചം കാത്തുവച്ചിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർ സാധാരണയായി മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അല്പം മടി കാണിക്കുന്നവരാണ്. തങ്ങൾ കെട്ടിപ്പടുത്ത സുരക്ഷിത വലയത്തിനുള്ളിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് 2026 മാർച്ച് മാസം ആ വലയങ്ങൾ ഭേദിക്കാനുള്ള ഒരു വിളിയായാണ് വരുന്നത്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അപ്രതീക്ഷിതമായിരിക്കാം. എന്നാൽ അവ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നവയാണ്. വിധിച്ചത് കൊയ്തെടുക്കാനുള്ള സമയമാണിതെന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം, തൊഴിൽ മേഖലയിലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങൾ എന്നിവയെല്ലാം ഈ മാസത്തെ സവിശേഷമാക്കുന്നു. എന്നാൽ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളുടെ വൈകാരിക തലത്തെ ഇടയ്ക്കിടെ സ്വാധീനിച്ചേക്കാം. കടൽ തിരമാലകൾ പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്ന വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ വിജയം. ഈ മാസഫലം വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നും ഭാഗ്യാനുഭവങ്ങളെ എങ്ങനെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണമെന്നും കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ആവശ്യമായ ആത്മവിശ്വാസം നൽകാനും തടസ്സങ്ങളെ ദൂരീകരിച്ച് മുന്നേറാനുമുള്ള ഉൾക്കാഴ്ച നൽകാനും ഈ വീഡിയോ സഹായിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ കഠിനാധ്വാനവും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ മാർച്ചിൽ ഉണ്ടാകുമെങ്കിലും മാസാവസാനത്തോടെ വിജയത്തിന്റെ മധുരം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ആകർഷണ ശക്തി ഈ മാസം ഏറ്റവും കൂടുതൽ പ്രകടമാകും. അത് തൊഴിലിടത്തിലായാലും സാമൂഹിക ബന്ധങ്ങളിലായാലും നിങ്ങൾക്ക് വലിയ അംഗീകാരങ്ങൾ നേടിത്തരും. വാക്കിനും പ്രവൃത്തിക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. മൗനം വിദ്വാനുഭൂഷണമെന്ന് ചിലയിടങ്ങളിൽ തോന്നുമെങ്കിലും അർഹമായ ഇടങ്ങളിൽ ശബ്ദമുയർത്തേണ്ടത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രകൃതിയോടും ആത്മീയതയോടും കൂടുതൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം ആന്തരികമായ ശക്തി കൈവരിക്കാനുള്ള മികച്ച അവസരം കൂടിയാണ്. 2026 മാർച്ച് മാസത്തിലെ സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ദാമ്പത്യം, ആത്മീയത തുടങ്ങിയ മേഖലകളെക്കുറിച്ചുള്ള വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. ഈ യാത്ര നിങ്ങളുടെ വരാനിരിക്കുന്ന ശുഭദിനങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കട്ടെ. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരുമാണ്. 2026 മാർച്ച് മാസം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ ജോലിയിലുള്ള കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള അനാവശ്യമായ മത്സരങ്ങൾ മാനസിക സമ്മർദ്ദമുണ്ടാക്കാം. ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം പകുതിയോടെ പുതിയ അവസരങ്ങൾ തെളിഞ്ഞുവരാം. കച്ചവട രംഗത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം സാമ്പത്തികമായി ലാഭകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സമയമാണ്. പ്രത്യേകിച്ചും വസ്ത്രവ്യാപാരം, ആഭരണങ്ങൾ, കലാരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം കൊയ്യാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. സിനിമ, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സുവർണ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കുകയും വലിയ അംഗീകാരങ്ങൾ തേടിവരികയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ്. വരവും ചെലവും സന്തുലിതമായി കൊണ്ടുപോകാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ധനവരവ് തൃപ്തികരമായിരിക്കും. കുടിശ്ശികയായി കിടന്നിരുന്ന തുകകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ ലാഭം ലഭിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. രണ്ടാം പകുതിയോടെ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുക. അനാവശ്യമായ ഷോപ്പിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭാവിയിലേക്കുള്ള സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ ഈ മാസം മികച്ചതാണ്. രോഹിണി നക്ഷത്രക്കാർ കുടുംബത്തോട് ഏറെ സ്നേഹവും അടുപ്പവും പുലർത്തുന്നവരാണ്. വിവാഹിതരായവർക്ക് ഈ മാസം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ കേൾക്കാം.
പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുത്തു വരും. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അല്പം ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ പഠനത്തിലോ സ്വഭാവത്തിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ മാസം സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ അനുകൂലമായ സമയമാണ്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ മാസം ശ്രമിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന്റെ ബലം ലഭിക്കുന്ന സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ചിട്ടയായ പഠനക്രമം പാലിക്കുന്നത് ഗുണകരമാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സാങ്കേതിക വിദ്യ, കല, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. അമിതമായ ജോലിഭാരം, കുടുംബപരമായ ചിന്തകളും കാരണം ഉറക്കമില്ലായ്മയോ മാനസിക സമ്മർദ്ദമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ചെറിയ പരിക്കുകൾക്ക് സാധ്യത കാണുന്നു. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനവും വഴിപാടുകളും മനസ്സമാധാനം നൽകും. മന്ത്രജപം, ധ്യാനം എന്നിവയിലൂടെ ആന്തരികമായ ഉണർവ് ലഭിക്കും. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണകരമാണ്. പൗർണമി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും പ്രത്യേക പൂജകൾ ചെയ്യുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തമായി ആശയവിനിമയം നടത്തുക. പുതിയ തൊഴിലോ ബിസിനസ്സോ തുടങ്ങുമ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അനുഭവസ്ഥരുടെ ഉപദേശം തേടുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. വസ്തു ഇടപാടുകളിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. മാസത്തിന്റെ തുടക്കം വളരെ പോസിറ്റീവായിരിക്കും. ജോലിയിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. രണ്ടാം വാരം കുടുംബത്തിന് കൂടുതൽ സമയം നൽകേണ്ടി വരും. ചില യാത്രകൾ പ്ലാൻ ചെയ്യും. ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. മൂന്നാം വാരം ബിസിനസ്സിലും ഔദ്യോഗിക രംഗത്തും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മാസാവസാനം ആശ്വാസകരമായിരിക്കും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരാരംഭിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട നില കൈവരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയും. ചന്ദ്രന്റെ അനുഗ്രഹത്തിനായി തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയോ സസ്യാഹാരം മാത്രം കഴിക്കുകയോ ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ധാര വഴിപാടായി നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കോ അഗതി മന്ദിരങ്ങൾക്കോ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം ചെയ്യുക. 2026 മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പക്വതയുടെയും മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രായോഗിക ബുദ്ധിയും ഉപയോഗിച്ച് അവയെ മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ സംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കും. സൗന്ദര്യവും കലയും ആസ്വദിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ അറിവുകൾ കണ്ടെത്താനും സർഗാത്മകമായി ഇടപെടാനും നിരവധി അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യത്തിലും നിയമപരമായ കാര്യത്തിലും പുലർത്തുന്ന ചെറിയ ജാഗ്രത വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ഈ മാസഫലം ഒരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും കർമ്മബലവും പ്രയത്നവും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. പോസിറ്റീവായ ചിന്താഗതിയോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളെ തേടിയെത്തും.